മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് തകർന്നതായി ആർക്കും തോന്നരുത്. കാരണം തകർന്ന വീടിൻ്റെ ഇഷ്ടിക എടുത്തു മാറ്റുവാൻ കാത്തിരിക്കുന്നവരാണ് മിക്കവരും. കടം കൊടുക്കുന്ന പണവും മനസ്സറിഞ്ഞു കൊടുക്കുന്ന സ്നേഹവും തിരിച്ചു കിട്ടാൻ വളരെ പ്രയാസമാണ്. രണ്ടും ചിലപ്പോൾ സമ്മാനിക്കുന്നത് ശത്രുക്കളെയായിരിക്കും. മനുഷ്യൻ അവനവനായിരിക്കുമ്പോൾ മറ്റുള്ളവരാൽ വെറുക്കപ്പെടുകയും മുഖംമൂടി അണിയുമ്പോൾ സ്നേഹിക്കപ്പെടുകയും ചെയ്യുന്നു. ഭക്തരെ, സ്വയം തോറ്റുതരുന്നവർക്ക് വിജയത്തേക്കാൾ പ്രധാനം ബന്ധങ്ങളുടെ നിലനിൽപ്പാണ്. എന്നും കൂടെയുണ്ടാകുമെന്ന് വാക്കു നൽകി ഉപേക്ഷിച്ചു പോയവരെയല്ല, ഒരു വാക്കും നൽകാതെ ഒരു നിബന്ധനകളും വയ്ക്കാതെ കൂടെ നിൽക്കുന്നവരെയാണ് ചേർത്ത് നിർത്തേണ്ടത്. ഭക്തരെ, വീഴ്ചകൾ ഒന്നും തന്നെ പറ്റാതിരിക്കുന്നതിലല്ല മാഹാത്മ്യം, ഓരോ തവണയും എഴുന്നേൽക്കുന്നതിലാണ് മഹത്വം. ഭക്തരെ, ചിലരുടെ വാക്കുകളും പ്രവൃത്തികളും നിങ്ങൾക്കിഷ്ടമല്ലെങ്കിലും ഇഷ്ടക്കേട് കാണിക്കാതെ മറുത്തൊന്നും പറയാതെയും ഇരിക്കുന്നതാണ് സമാധാനത്തിലുള്ള ജീവിതത്തിന് നല്ലത്. തെറ്റുകൾ പറ്റുമ്പോൾ പഴിക്കാൻ ഒരുപാട് പേരുണ്ടാകും. എന്നാൽ അവരാരും തന്നെ അതിൽ നിന്ന് കരകയറാനുള്ള ഊർജം നൽകില്ല. അത് നിങ്ങൾ തന്നെ കണ്ടെത്തുകയേ മാർഗമുള്ളൂ. ജീവിതം നീണ്ടു നിവർന്ന് കിടക്കുന്നു എന്ന് കരുതാതിരിക്കുക. ഇപ്പോഴത്തെ നിമിഷം മാത്രമാണ് നിങ്ങളുടെ ജീവിതം. ഭക്തരെ, ഒരവസ്ഥയും സ്ഥിരമല്ല. ജീവിതത്തിൽ എല്ലാ വഴികളും അടഞ്ഞു എന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടി എത്താതിരിക്കില്ല. ഏത് ബന്ധമാണെങ്കിലും നിങ്ങളെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് മാത്രമേ നിങ്ങളെ ഏറ്റവും നന്നായി സ്നേഹിക്കാൻ കഴിയൂ. ഭക്തരെ, പ്രാർത്ഥിക്കുമ്പോൾ കരയുന്നത് സങ്കടം കൊണ്ട് മാത്രമല്ല, ആർക്കു മുന്നിലും തുറക്കാത്ത ഹൃദയത്തിൻ്റെ അറകൾ ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ തുറക്കാൻ കഴിയുന്നതിൻ്റെ ആശ്വാസം കൂടിയാണ്. ആത്മാഭിമാനം നഷ്ടപ്പെടുത്തുന്ന ഒന്നിനു വേണ്ടിയും യാചിക്കരുത്. പിന്നീട് അതൊരു ശീലമാകും. ബഹുമാനമില്ലാത്തിടത്ത് ഒരിക്കലും സമാധാനം ഉണ്ടാകില്ല. ഭക്തരെ, ചതിക്കുന്നവർക്ക് നുണകൾ സത്യം പോലെ പറയാനും അഭിനയിക്കാനും കഴിയും. സത്യസന്ധമായവർക്ക് ദേഷ്യം അധികമായിരിക്കും. ക്ഷമയുള്ളവർക്ക് സഹതാപം അധികമായിരിക്കും. ഭക്തരെ, സമയം നമുക്ക് കാണാൻ സാധിക്കില്ല. എന്നാൽ അതേ സമയം തന്നെ നമുക്ക് പലതും കാണിച്ചു തരും. മനസ്സിൽ ആഴത്തിലുള്ള മുറിവേൽപ്പിച്ചതിനു ശേഷം പിന്നെ എന്തെല്ലാം സ്നേഹപ്രകടനങ്ങൾ നടത്തിയാലും അതൊരിക്കലും ആ മുറിവുണങ്ങാനുള്ള മരുന്നാകില്ല. ജീവിക്കാനുള്ള പരക്കം പാച്ചിലിനിടയിൽ ഒന്ന് തളർന്നിരുന്നാൽ മനസ്സിലാകും നിങ്ങളെ സ്നേഹിച്ചവർ ആരാണെന്നും സ്നേഹം നടിച്ചവർ ആരാണെന്നും. ഭക്തരെ, നിങ്ങളുടെ സ്നേഹത്തെ അതിനെ വിലമതിക്കാത്ത ഒരാളിൽ കൊണ്ടുപോയി തുലയ്ക്കരുത്. സ്നേഹം സത്യമാണ്, ചില സമയങ്ങളിൽ പൊള്ളുമെന്നു മാത്രം. കൂടെയുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടിയുള്ള ഓട്ടമായിരുന്നു പലരുടെയും ജീവിതം. ഭക്തരെ, പുറമേയുള്ള പ്രകടനത്തിലും പൊള്ളയായ വാക്കിലും മയങ്ങരുത്. അകം തിരിച്ചറിയുന്നിടത്താണ് വിജയം. അനുഭവങ്ങളാണ് ഒരു മനുഷ്യനെ ജീവിക്കാനും ചിന്തിപ്പിക്കുവാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ചു കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും. നിങ്ങളുടെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നവരെയും നിങ്ങളുടെ ദുഃഖത്തിൽ ദുഃഖിക്കുന്നവരെയും ഒരിക്കലും മറക്കരുത്. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ഥാനമുണ്ടായിരിക്കും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.